ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇനി ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ, അതായത് കൊഞ്ച് വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പതിവായി കഴിക്കുന്ന ചോറ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചെമ്മീൻ ചോറ്, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ, ഇത് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള അളവാണ്. ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, ഇവ 4ഉം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് എത്രത്തോളം സമയം വയ്ക്കാൻ കഴിയുമോ അതിനനുസരിച്ച് ഈ മസാല ചെമ്മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സമയം വയ്ക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ ഈ മസാലക്കൂട്ടും ചെമ്മീനുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ചെമ്മീൻ ചോറ് തയ്യാറാക്കാൻ പാകത്തിനുള്ള ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 60 ml കപ്പിൽ 3/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ചെമ്മീൻ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം ഈ ഉരുളിയിൽ തന്നെയാണ് നമ്മൾ പിന്നീട് ചോറ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ കൂടിപ്പോയി കഴിഞ്ഞാൽ ചോറിന് ടേസ്റ്റ് ഉണ്ടാകില്ലെന്ന് മാത്രവുമല്ല, കുറച്ച് വെളിച്ചെണ്ണ വേസ്റ്റായി പോകാനുമുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ 1-2 തവണകളായി കുറച്ച് മാത്രം വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ചെമ്മീൻ മുഴുവൻ, അതായത് കൊഞ്ച് മുഴുവനായി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിവ മുഴുവനായി ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം അല്ലെങ്കിൽ ഇതിലെ ആ ഒരു മസാലക്കൂട്ട് വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള ഇടയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ചെമ്മീൻ ഫ്രൈ ആയി കിട്ടാൻ അധികം സമയമൊന്നും എടുക്കില്ല. അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, ഇപ്പോൾ ചെറിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഈ 5 എന്നുള്ളതിന് പകരം 8 മിനിറ്റ് കൊണ്ടായിരിക്കും ഫ്രൈ ആയി കിട്ടുക. പിന്നെ ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ 1-2 തവണകളിലായി ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഈ ചെമ്മീൻ മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണയിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം ഇതോടൊപ്പം തന്നെ 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, ഇവ 3ഉം കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചേർത്ത് കൊടുത്ത സ്പൈസസൊക്കെ അത്യാവശ്യം മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇതിനധികം സമയമൊന്നും എടുക്കില്ല. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ട് നല്ലൊരു മണം വന്ന് തുടങ്ങും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഈ സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങണം. അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ മസാലക്കൂട്ട് മൂത്ത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ അടുക്കി പിടിക്കാനുള്ള സാധ്യത പരമാവധി ഒഴിവാക്കാനായി ഒരു നോൺ സ്റ്റിക്ക് കടായിയോ മറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഈ സവാള വഴണ്ട് കിട്ടിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഏത് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോറ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചോറ് കൂടുതലായിട്ട് ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല, കാരണം നമ്മൾ ഈ മസാലയുടെയും അതുപോലെ ചെമ്മീനിൻ്റെയും ഒക്കെ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് ചേർത്ത് ആദ്യമൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചോറ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ചോറും മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 5-10 മിനിറ്റ് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോഴേക്ക് ആ മണവും രുചിയും എല്ലാം ആ ചോറിലേക്ക് നല്ലതുപോലെ സ്പ്രെഡായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.